വരച്ചു കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഈ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുത്തത്. എന്ത് ഡൗട്ട് ചോദിക്കാനുള്ള ഇതില്? കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ ബ്ലെൻഡിങ് സ്റ്റെമ്പ് അപ്ലൈ ചെയ്യുമ്പോ വല്ല ഈ കുഴപ്പമല്ലോ ഉണ്ടാവോ? അപ്പൊ ചോദ്യം ചോദിച്ചത് ഇതാണ്, നമ്മളൊരു ഷെയ്ഡിങ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, ബ്ലെൻഡ് ചെയ്യാതെ വരുമോ എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ നോർമൽ കേസിൽ അങ്ങനെ വരാറില്ല. നമുക്കത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ ചെറിയൊരു കാര്യം പറഞ്ഞു തരാനുള്ളത്, ഒന്ന്, നമ്മൾ ഷെയ്ഡിങ് ചെയ്തത് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അമർത്തി ഷെയ്ഡ് ചെയ്യാതിരിക്കുക. കാരണം ഇത് നമ്മുടെ പേപ്പർ സർഫസ് ആണെന്ന് വിചാരിക്കുക. ഒരിക്കലും അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ചെറിയ പൊന്തലും താഴ്ചയ്ക്ക് ഉണ്ടാവും പേപ്പർ സർഫസിന്, അറിയാമല്ലോ. ഒന്ന് ഇങ്ങനെ നല്ല മൈക്രോസ്കോപ്പോട് നോക്കിയാന്ന് വിചാരിച്ചോ, അപ്പോൾ ചെറിയൊരു ഉയർച്ചയും താഴ്ചയ്ക്ക് ഉണ്ടാവും, ചെറിയൊരു ഇറഗുലർ ആയിട്ടുള്ള സർഫസാണ് പേപ്പറിന് ഉണ്ടായിരിക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാന്ന് വിചാരിച്ചോ, പെൻസിലിന്റെ ഗ്രാഫൈറ്റ് തരികൾ അവിടെ ഇവിടെയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇതാണ് ഷെയ്ഡിങ് പ്രോസസ്സിൽ സംഭവിക്കുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൽ നടക്കുന്ന കാര്യം, പെൻസിലിന്റെ ഗ്രാഫൈറ്റ് തരികൾ, ചാർക്കോൾ ആണെങ്കിൽ ചാർക്കോളിന്റെ തരികൾ ഈ പേപ്പറിന്റെ സർഫസിൽ അവിടെ ഇവിടെയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇത് നമ്മളൊരു ബ്ലെൻഡിങ് സ്റ്റമ്പോ അല്ലെങ്കിൽ വിരലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് സ്മഡ്ജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടി ഈവൻ ആവും. ഈ തരികൾ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ കൂടിക്കിടക്കുന്ന തരികളൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ സ്പ്രെഡായി ഒരു ഈവൻ ഫീലിലോട്ട് കിട്ടും. അതുകൊണ്ടാണ് അതിനെ സ്മൂത്ത് ആയിട്ട് തോന്നുന്നത്. ഇതാണ് സ്മഡ്ജിങ്ങിൽ സംഭവിക്കുന്നത്. ഇവിടെ ചെറിയൊരു കാര്യമുള്ളത്, നമ്മൾ ആദ്യം കൊടുക്കുന്ന ലെയർ ഇങ്ങനെ അമർത്തിയിട്ടാണ് ചെയ്യുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ തരികള് പേപ്പറിന്റെ കുഴികളിലോട്ട് ഇറങ്ങും, അവിടെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കും. കാരണം അമർത്തുമ്പോൾ പ്രഷർ കാരണം പേപ്പറിന്റെ സർഫസിന്റെ അകത്തോട്ട് ഇറങ്ങി അവിടെ ലോക്കായി ഇങ്ങനെ നിൽക്കും. അപ്പൊ സ്മഡ്ജ് ചെയ്യുമ്പോൾ സ്മഡ്ജിങ് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല, സ്മൂത്ത് ആയിട്ട് സ്മഡ്ജ് ആവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഷെയ്ഡിന്റെ ഒരു പോർഷൻ സ്മഡ്ജിങ് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള പ്രഷർ ഉപയോഗിച്ച് ലെയർ ബൈ ലെയർ ഷെയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഈവൻ ഡാർക്ക് ടോൺ ആണ് വേണമെങ്കിൽ പോലും ഒറ്റ ലെയറിൽ ഡാർക്ക് ടോൺ ആക്കാതെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉപയോഗിച്ച് ഒരു ലെയർ, 2 ലെയർ, 3 ലെയർ, അങ്ങനെ എത്രയാണോ ലെയർ ആവശ്യം. പക്ഷെ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നില്ല. അങ്ങനെ എടുക്കുമ്പോൾ എന്താ ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്മഡ്ജ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ആവും, ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാലും ടൈമിൻ്റെ ഇഷ്യൂ അല്ല അത്. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.